നിൽക്കുന്ന കൃഷിത്തോട്ടം കാക്കനടുത്ത് തെങ്ങോട് പള്ളത്തുപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട്. ഇപ്പം കപ്പയുടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, നല്ല മുഴുത്ത കപ്പയാണ്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ മത്തായി ചേട്ടനാണ്. മത്തായി ചേട്ടൻ താമസിക്കുന്ന തെങ്ങോട് തന്നെയാണ്. ഇതിനുള്ള ഗുണം എന്നാ വെച്ചാൽ ഞങ്ങള് ഇതുണ്ടോ, നമ്മൾ നമ്മുടെ ഇന്ത്യാഗ്രോ പ്രോഡക്ട്സ് യൂസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നമ്മൾ പൂവസ്ത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗ്രോമാജിക്ക് ഒരൽപ്പം ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇനി കേട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ശകലം പ്രൗഡ് പ്ലസ് MI സ്പ്രേ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ മത്തായി ചേട്ടൻ പറയുന്നതാണ്. സാധാരണ എങ്ങനെയാ? സാധാരണ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് 2 കിലോ, കഷ്ടി ഏറ്റവും കൂടിയത് 3 കിലോ ഒരു കടയിൽ നിന്ന് കിട്ടിയത്. അവിടെ എങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പറിച്ചപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. ഇപ്പം എത്ര കിലോ ഉണ്ട് സാറേ? ഇപ്പൊ ഒരു 10-12 ആവറേജ് ഒരു 8 കിലോ എല്ലാ കടയിലും ഉണ്ട്. ഇപ്പൊ പറിച്ച അത്രയും നോക്കിയിട്ട് ആവറേജ്. സാർ ഇന്നലെ ഇത് ഇവിടുന്ന് കൊണ്ട് പുഴുങ്ങിയായിരുന്നല്ലോ, എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ടേസ്റ്റും നന്നായി വേവുന്നതും. അത് തന്നെ ഒരു ബേക്കറി കൊടുത്തു അവർ വറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോ അവർക്ക് 3/4 കിലോത്തിൽ മേലുള്ള കപ്പ അവർ എടുക്കുള്ളൂ. ന്യായമായിട്ട് 30 രൂപ വെച്ച് വിലയും തരും അവര്. അപ്പൊ അത് കൊണ്ടുപോയി കൊടുത്തത് സാമ്പിൾ ഒരു കട പറിച്ച് കൊണ്ടുപോയി കൊടുത്തു. 10 കിലോ ഉണ്ടായിരുന്നു. ആ 10 കിലോ വറുത്ത് കഴിഞ്ഞാൽ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്ന കപ്പയിലും ടേസ്റ്റ് ആയിരുന്നു ഈ കപ്പ. അപ്പൊ അവര് കടക്കാരൻ പറയുകയും ചെയ്തു. അപ്പൊ നമ്മുടെ കപ്പയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. അതെ, അത് കാരണം കൊണ്ട് തന്നെയാണ് വീണ്ടും 100 കിലോ കപ്പ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യം ഒരു സംശയമായിരുന്നു അവർക്ക്. അപ്പൊ ഞാൻ ഒരു കട കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട്, അതിന് മുമ്പ് ഒരു കട പറിച്ച് പുഴുങ്ങിയതാണ്. അപ്പൊ ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഒരു കട പറിച്ച് കൊണ്ടുവന്ന് കൊടുത്തത്. വേറെ എന്തൊക്കെ കൃഷികൾക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പൊ വാഴക്കില്ല, വാഴ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങി. പിന്നെ ചേനയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇടവളകൾക്കും പച്ചക്കറി ഉണ്ടായിരുന്നു. മഴ പെയ്ത കാരണം കൊണ്ട് സംഗതി പയറ് ഇട്ടിട്ട് രക്ഷ കിട്ടിയില്ല. ആദ്യം കിട്ടി, ആദ്യം കുറച്ച് പയറ് കിട്ടി ആദ്യത്തേല്. പിന്നെ മഴ കൂട്ടി പിടിച്ച് വന്ന കാരണം കൊണ്ട് കാലാവസ്ഥയുടെ കൊണ്ട് കുറച്ച് ജൈവവളം ഇട്ട് കുറച്ച് കംപ്ലീറ്റ് ജൈവവളം വേണം. അതാ ഞാൻ ചോദിക്കാൻ. കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് ഇട്ടു. ഇനിയിപ്പോ അതൊന്ന് തണ്ട് പൊടിച്ച് വന്നിട്ട് വേണം ഈ കപ്പ കുറച്ചേക്കണോർത്ത് ഇവിടെ മൊത്തം കൂർക്കയിടാൻ. കുറെ കൂർക്കയിടാൻ. കാരണം കൂർക്കയ്ക്ക് കൂടുതൽ കേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നതിന് എന്തെങ്കിലും നമുക്ക് ഇപ്പൊ പല പ്രാവശ്യമായിട്ടും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങോട്ടുള്ള പ്രയത്നം മാത്രമേ മുടക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിനും നല്ലൊരു മുടക്ക്, വാഴ നടാൻ തന്നെ നല്ലൊരു മുടക്കായതാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് ആണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഗുണമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും. താങ്ക് യു.